അങ്ങനെ കാലങ്ങൾക്ക് ശേഷം നമ്മുടെ പണി കിളിക്കൂടിൻ്റെ പണി നമ്മൾ ഇന്ന് തുടങ്ങാൻ കേട്ടോ. അപ്പോൾ ഇതേ ഈ ഒരു ലെവലിൽ എത്തിച്ചിട്ട് നമ്മൾ ഇട്ടേക്കായിരുന്നു. അപ്പോൾ പുല്ലൊക്കെ വെട്ടിയത് നല്ലോണം ഒതുങ്ങി പുല്ലൊക്കെ ഇവിടെ റെഡിയായി. എന്താ പറയുക, ഇനിയിപ്പോൾ ചെറുതായിട്ട് പൊന്തി വരുന്നുള്ളൂ. അതൊക്കെ നമുക്ക് ഭാവിയിൽ സെറ്റാക്കി എടുക്കാം. അപ്പോൾ ഇന്നത്തെ പരിപാടി എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇന്ന് നമ്മൾ നമ്മുടെ കിളിക്കൂടിൻ്റെ ഉള്ളിൽ കൊളാക്കാൻ പോവാണ്. കൊളാക്കാൻ പോകാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എന്തായാലും കിളിക്കൂട് എന്ന് പറയുമ്പോൾ നമ്മൾ ബേസിൽ നിന്ന് തന്നെ ചെയ്ത് തുടങ്ങി തന്നെ. അതായത് കിളികളെ ഇടുമ്പോഴും അതുപോലെ നമ്മൾ മീനിൻ്റെ ഇടാനായാലും എന്തായാലും വെള്ളം വേണം നമുക്ക്. അപ്പോൾ അതിന് ചെറിയൊരു കുളം നമുക്ക് അതിൻ്റെ ഉള്ളിൽ കുത്തിയെടുക്കണം. അപ്പോൾ ഇന്നത്തെ പണി എന്ന് വെച്ചാൽ അതിൻ്റെ ഉള്ളിൽ നമ്മൾ ചെറിയൊരു കുളം കുത്താനുള്ള പരിപാടിയാണ്. അപ്പോൾ നമ്മുടെ പണി ആയുധങ്ങളുമായിട്ട് ഇതേ നമ്മളുടെ കൂടിൻ്റെ ഉള്ളിൽ ഇനി മൊത്തം പണിയാണേ. പ്രവണേ, ഇന്ന് മൊത്തത്തിൽ നമ്മളിവിടെ ഒരു കുളമാക്കി എടുക്കാൻ പോവാണ്. അപ്പോൾ അതെ നമ്മുടെ കൂടിൻ്റെ ഉള്ളിലേക്ക് പ്രവേശിച്ചേക്കാണ്. അപ്പോൾ അത് നോക്കി ഇപ്പോൾ ക്ലീനായി നമ്മുടെ കാടൊക്കെ വെട്ടി ആ പുല്ലൊക്കെ മാറ്റി നല്ല ക്ലിയർ ആക്കി ഇട്ടിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ കുളം കുത്തണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിൻ്റെ മുകളിൽ മൊത്തം കുളം കുത്താനാണ് ഉദ്ദേശിക്കുന്നത്. നമ്മൾ ഇതിൻ്റെ ഉള്ളിൽ ഒരു ഗാർഡൻ സെറ്റ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നുണ്ട്. അതുപോലെ ചെറിയ 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 സംഭവങ്ങളൊക്കെ നമ്മൾ ഉദ്ദേശിക്കുന്നുണ്ട്. അപ്പോൾ വലിയൊരു കുളം കുത്തി കഴിഞ്ഞാൽ അതിനുള്ള സ്ഥലമൊന്നും ഇല്ലാത്ത കാരണം നമ്മൾ ചെറിയൊരു കുളം നമ്മളുടെ ഈ ഒരു കൂടിൻ്റെ നടുക്കായിട്ട് സെറ്റ് ചെയ്യാണ്. പിന്നീട് നമുക്ക് അതിൽ വെള്ളച്ചാട്ടം കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്യാമല്ലോ. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ്. അപ്പോൾ നമ്മളിത് ഈ ഒരു പൊസിഷൻ കണ്ട് നടു നോക്കി ഒരു കുളം ഉണ്ടാക്കാനുള്ള പരിപാടിയാണ്. അപ്പോൾ നമ്മുടെ കുളത്തിൻ്റെ ഡിസൈൻ ആദ്യം നമ്മൾ വരയ്ക്കാൻ പോകണ്ടേ. നമ്മൾ പറഞ്ഞൊരു ഭയങ്കര വലിയ കുളം നമ്മൾ ഉണ്ടാക്കുന്നില്ല. എന്നാലും നമുക്ക് എന്താ പറയുക, മീനിനൊക്കെ ഓടി കളിക്കാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു കുളം തന്നെ നമുക്ക് വേണമല്ലോ. അപ്പോൾ നമ്മൾ അതിന് വേണ്ടിയിട്ട് കുളത്തിനുള്ള ഡിസൈൻ നമ്മളിത് ഇവിടെ സെറ്റാക്കാണേ. ഇവിടെ ഈ ഡിസൈൻ എങ്ങനെയുണ്ട്? ഫ്രീ സ്റ്റൈൽ ഡിസൈനാണ് കേട്ടോ. പക്ഷേ ഇത്ര വലിപ്പം നമുക്ക് വേണ്ടല്ലേ, ഡിസൈൻ മാറ്റിയാലാ? ഡിസൈൻ മാറ്റി നമുക്ക് ഇതിലൂടെ ചെറുതാക്കട്ടെ. കാരണം കൂടിനുള്ളിൽ നമുക്ക് ഇതിലൂടെ സ്ഥലം കിട്ടണം. അപ്പോൾ നമ്മൾ കുറച്ചുകൂടി ചെറുതാക്കാൻ പോകണം നമ്മുടെ കുളം. അപ്പോൾ വീണ്ടും നമ്മൾ നേരത്തെ ശ്രീലങ്കയുടെ മാപ്പായിരുന്നു, ഇപ്പോൾ വേറെ ഏതെങ്കിലും ഒരു രാജ്യത്തിൻ്റെ മാപ്പാക്കാം നമുക്ക്. അയ്യോ, എന്താ മാപ്പ് മാറിപ്പോയേ, ചെറിയ പാളിച്ചകൾ സംഭവിക്കും. സാരില്ല, ഇത്ര മതിയാടാ കൂട് നമുക്ക്? മതിയാ. അപ്പം ഇതേ നമ്മുടെ കുളം കുത്തൽ തുടങ്ങാണ്. നമ്മുടെ കൊത്തി വെച്ച് ആദ്യം നമുക്ക് മണ്ണ് കൊത്തി മാറ്റണേ. ഇനി ജിമ്മിലൊന്നും പോകേണ്ടി വരില്ലെന്ന് തോന്നുന്നു. ഞാൻ എല്ലാ ദിവസവും ഇതിൻ്റെ ഉള്ളിൽ പണിയെടുത്താൽ തന്നെ മിക്കവാറും എൻ്റെ ബോഡിയൊക്കെ സെറ്റാവും. പട്ടപ്പടാന്ന് നമുക്ക് കുത്തി തീർക്കണം കേട്ടോ. കല്ല് നടേൻ്റെ അടി. നീ ശ്രദ്ധിച്ചിട്ടുണ്ടോ നമ്മുടെ വീട്ടിൽ തുമ്പ് പണിക്കൊക്കെ വന്ന ചേട്ടന്മാർ കൊത്തുമ്പോൾ സൗണ്ട് ഉണ്ടാവണത്? അതവരുണ്ടാക്കണമല്ല, കൊത്തി കഴിഞ്ഞ് പട്ടിയാണെങ്കിൽ നീ അണയ്ക്കുമ്പോൾ വന്നതാ. ആംബുലൻസ് വിളിക്കേണ്ടി വരുന്ന തോന്നണേ. നീ വിളിക്കേണ്ട വരും. പകുതി ഞാൻ കുത്തി കഴിഞ്ഞാൽ പകുതി നിന്നെ കൊണ്ട് ഞാൻ കുത്തിക്കൂടെ ബ്രോ. അപ്പോൾ മച്ചാൻ ഏകദേശം നമ്മുടെ ഒരു മുട്ടിൻ്റെ ഹൈറ്റിൽ നമ്മുടെ കുളം നിൽക്കണം. അതായത് മുട്ടിൻ്റെ താഴ്ച നമുക്ക് കുളത്തിന് കിട്ടണം. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് നമ്മളിങ്ങനെ കുഴിച്ച് പോകുന്നത്. അങ്ങനത്തെ നമ്മുടെ മുട്ടെത്തണ വരെ ഇനി കുഴിക്കൽ തന്നെയാണ്. അത്യാവശ്യം നല്ല രീതിക്ക് ഉറച്ചു കിടക്കുന്ന മണ്ണാണ് കേട്ടോ ഇവിടെ. അതുകൊണ്ട് തന്നെ നമുക്ക് കുത്താനായിട്ട് ഇച്ചിരി പാടാണ്. കുത്തിക്കഴിഞ്ഞ് കോരിടാനായിട്ട് വലിയ പണിയൊന്നുമില്ല. അങ്ങനെ പണിയുടെ അധികം കാരണം നമ്മുടെ ഷർട്ടൊക്കെ തന്നെ അങ്ങ് ഊരിപ്പോയി. അത്രയ്ക്ക് ഇട്ടിട്ട് എവിടെ പണി. അപ്പോൾ നമ്മളിത് കുത്തലും കോരലും ആയിട്ട് അങ്ങോട്ട് സെറ്റാക്കണം മൊത്തത്തിൽ. അങ്ങനത്തെ നമ്മൾ കുഴിച്ച് ഏകദേശം നമ്മുടെ മുട്ടിൻ്റെ ലെവലിലേക്ക് കുഴി എത്തിച്ചിട്ടുണ്ട്. അപ്പോൾ ഇതാണ് നമ്മളുടെ കുളത്തിൻ്റെ കുഴി വരുന്നത്. ഇതിൽ നമുക്ക് ഇനി എന്ത് ചെയ്യണം? കോൺക്രീറ്റ് ചെയ്ത് നമ്മുടെ കുഴി നല്ല അടിപൊളി കോളാക്കി എടുക്കണം നമുക്ക്. പോട്ടെ മതി. അപ്പോൾ ഇത് നോക്കി നമ്മളുടെ കുളം കെട്ടാനുള്ള എംസാൻഡും അതുപോലെ തന്നെ മെറ്റലും സിമെൻറ്റും ഒക്കെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ വണ്ടിയിൽ നേരെ കൊണ്ടുവന്ന് വെച്ചേക്കാണ്. നമുക്കിത് ഇറക്കിയിട്ട് നമ്മുടെ പണികൾ തുടങ്ങാനുള്ള പരിപാടി നോക്കണം കേട്ടോ. ഓക്കെ, അപ്പോൾ നമ്മൾ ഒരു ഷീറ്റ് ഇട്ടിട്ട് അതിലേക്ക് വെട്ടി ഇറക്കണേ. ആദ്യം നമ്മൾ വിചാരിച്ചിരുന്നത് നമ്മളുടെ ഈ പണികളൊക്കെ പുറത്തുനിന്ന് ചെയ്യിപ്പിക്കാമെന്നായിരുന്നു. പിന്നെ എനിക്കും പ്രവീണും ഇതൊക്കെ ചെയ്യാനായിട്ട് ഭയങ്കര ഇഷ്ടമാണ്. അതുകൊണ്ടാണ് കേട്ടോ നമ്മൾ സ്വന്തമായിട്ട് തന്നെ ചെയ്യുന്നത്. പക്ഷെ ചെയ്ത് വന്ന് നമുക്ക് കുറച്ച് നേരം കഴിയുമ്പോൾ വിചാരിക്കും വേണ്ടായിരുന്നു, പുറത്തുനിന്ന് ആളെ വെച്ച് പഠിച്ചാൽ മതിയായിരുന്നു ഇത്. പക്ഷെ നമ്മൾ തന്നെ സ്വന്തമായിട്ട് ചെയ്ത് അതിൻ്റെ റിസൾട്ട് കാണുമ്പോൾ കിട്ടുന്നൊരു സന്തോഷം അത് വേറെ ലെവലാട്ടാ. അപ്പോൾ നമ്മുടെ മെറ്റലും എംസാൻഡും മാറ്റിയാണ്ട് ഇടുന്നത്. സിമെൻറ്റ് അങ്ങനെ നമ്മുടെ സാമഗ്രികളൊക്കെ കിട്ടിയ സ്ഥിതിക്ക് ഇനി നേരെ കോൺക്രീറ്റിങ് തുടങ്ങിയാല. ഇനി നമ്മുടെ പണി തുടങ്ങുകയാണേ. അപ്പം ആദ്യത്തെ പരിപാടി നമ്മൾ കോൺക്രീറ്റ് കൂട്ടാനുള്ള കൂട്ട് നമ്മൾ അകത്തുകൊണ്ട് സെറ്റ് ചെയ്യണേ.
അപ്പോൾ നമ്മൾ 8 ചട്ടി ബേബി മെറ്റലും 4 ചട്ടി എംസാൻഡും ആണേ. ഇനി ഇതേ സിമൻറ്റ് പുത്തൻ ചാക്ക് എടുത്താണ് കേട്ടോ. ഒരു ചാക്ക് സിമൻറ്റിൽ നീ കോപ്പച്ച പണി സിമൻറ്റ് എടുക്കേണ്ടി വരും. ചിലവാണ്. അതെ 2 ചട്ടി സിമൻറ്റ്. അപ്പൊ ഇനി മിക്സിംഗ് ആണ്. അപ്പൊ നമ്മൾ 8 ചട്ടി ബേബി മെറ്റലിന് 4 ചട്ടി എംസാൻഡ് ഇട്ടു, 2 ചട്ടി സിമന്റ് ഇട്ടു. സിമന്റ് കുറച്ച് കൂട്ടിയിട്ടാണ് ഇത് സ്ട്രോങ് ആയിട്ടിരിക്കുക. ഇനി ഒരു 3 റൗണ്ട് നമ്മൾ മിക്സ് ചെയ്തെടുക്കണേ. നമ്മുടെ കുളം കുറച്ച് നാൾ നമുക്ക് കൂടുതൽ യൂസ് ചെയ്യാൻ വേണ്ടിയിട്ടോ നമ്മളിങ്ങനെ കോൺക്രീറ്റ് ചെയ്ത് നല്ല ബലത്തിൽ തന്നെ നമ്മുടെ കുളം ഉണ്ടാക്കാനുള്ള പ്ലാൻ ആക്കിയത്. പണ്ട് ഞാനും പ്രവി പണിക്ക് പോയിട്ടുള്ള കാരണം പണി എളുപ്പ. വാചകം അടിച്ചെന്നാ പണി നീളാത്ത കാരണം കുറച്ചു നേരത്തേക്ക് വായടച്ചിരിക്കുകയാണ്. ഇനി തിരിച്ചു മറക്കണ്ട. അങ്ങനത്തെ നമ്മളുടെ 3ാമത്തെ റൗണ്ട് മിക്സിംഗ് ആണ് ഇപ്പോൾ. ഇനി നമുക്കിത് വെള്ളം ഒഴിക്കാനുള്ള നേരമായേ. പിന്നെ നമ്മുടെ മസാല റെഡിയാക്കൽ. നമ്മൾ ഇടയ്ക്കിടയ്ക്ക് മസാല എന്ന് പറയുന്നതേ സംഭവം നമ്മുടെ ഈ ഒരു കോൺക്രീറ്റിൻ്റെ മിക്സ് നമ്മൾ ഉണ്ടാക്കുന്നതിന് സിമ്പിളായിട്ട് പറയണമെന്നുള്ളൂ മസാല എന്ന് പണ്ടേ പറഞ്ഞ് ശീലിച്ചു പോയതാണ്. അങ്ങനെ നമ്മുടെ വെള്ളം ഒഴിച്ച് നമുക്ക് ഇപ്പോൾ തിക്ക് ഒരു കൺസിസ്റ്റൻസിയിലാണ് വേണ്ടത്. അടിയിലത്തെ ലെയർ ഇടാൻ വേണ്ടി ആ ഒരു അളവിലേക്ക് ആക്കുകയാണ്. അങ്ങനെ മസാല റെഡിയായി പണി തുടങ്ങുകയാണേ. ഇപ്പോൾ മേശ്ശേരി ഇന്ന് അപ്പച്ചനാണ്. തുടങ്ങിക്കോ പണി. അങ്ങനെ ദേ കുറേ നാളത്തെ നമ്മുടെ ആഗ്രഹമായിരുന്നു കൂടിൻ്റെ നടുക്കൊരു കുളം. അതിൻ്റെ പടികളാണ് ഈ കണ്ടുകൊണ്ടിരിക്കുന്നത്. അപ്പൊ ആദ്യത്തെ പണി ഇതേ മൊത്തത്തിൽ നമ്മളുടെ അടിയിലെ ഒരു ലെയർ നമ്മളുടെ ആ ഒരു മിക്സ് ഇട്ടുന്ന പരത്തി കൊടുക്കുകയാണ്. കിളിക്കൂട്ടിലെ കുളത്തിന്റെ കാര്യം നമ്മൾ ആദ്യം ആലോചിച്ചപ്പോൾ വലിയൊരു കുളം, അതായത് നമ്മുടെ ഈ ഒരു കൂട് നിറയെ വലിയൊരു കുളം എന്നാണ് നമ്മൾ ഉണ്ടാക്കാന്നാണ് വിചാരിച്ചിരുന്നത്. പക്ഷെ പിന്നീടാണ് നമ്മൾ ആലോചിച്ചത് നമുക്ക് നല്ല ബ്യൂട്ടിഫുൾ ആക്കി എടുക്കുമ്പോൾ കുറച്ച് ഗാർഡനും കാര്യങ്ങളും അതുപോലെ നടക്കാനുള്ള പാത്തും ഒക്കെ വേണമെന്ന്. അതുകൊണ്ട് തന്നെ കേട്ടോ നമ്മൾ കുളത്തിന്റെ ആ ഒരു സൈസ് ഇച്ചിരി കുറച്ച് ചെറിയ കുളമാക്കാന്ന് വിചാരിച്ചേ. അങ്ങനത്തെ അടിയിലത്തെ ഒരു ലെയർ ഇട്ട് പരത്തി റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനത്തെ അടിയിലത്തെ ഫസ്റ്റ് ലെയർ നമ്മുടെ കഴിയാറായിട്ട് ഇപ്പോൾ ടോപ്പ് എഡ്ജ് വരെ നമ്മൾ ഈ കോൺക്രീറ്റ് എത്തിച്ച് നിർത്തി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അടുത്തായിട്ട് നമുക്ക് ബലപ്പെടുത്താനായിട്ട് കമ്പി നമ്മൾ ഇതിൻ്റെ ഉള്ളിൽ സെറ്റ് ചെയ്യാൻ പോവാണ്. അതിനുള്ള കമ്പി നമ്മൾ കട്ട് ചെയ്തെടുക്കുകയാണ്. പിന്നെ കമ്പിടാനുള്ള പരിപാടി നോക്കുകയാണേ. നമ്മുടെ കമ്പി ഒരു റാബ് പോലെ നമുക്ക് വളച്ചെടുക്കാം. അങ്ങനെ നമ്മുടെ കോൺക്രീറ്റിനെ ബലപ്പെടുത്താനായിട്ടുള്ള കമ്പി വളച്ച് സെറ്റാക്കി നമ്മൾ ഇനി കുറച്ച് യു ഷേപ്പ് കമ്പികൾ സെറ്റ് ചെയ്യണം. ഇനി നമ്മുടെ കമ്പി അടിച്ചിറക്കാനുള്ള ഒരു ചെറിയ പീസ് കമ്പിയാണ് നമുക്ക് വളച്ചെടുക്കണേ. കണ്ട യു ഷേപ്പിലെ നമ്മുടെ കൂടുണ്ടാക്കാനായിട്ട് നമ്മൾ ആദ്യം വിചാരിച്ചിരുന്നത് ചുമ്മാ ഒരു സിമെന്റ് ഇട്ട് ഉണ്ടാക്കാന്നായിരുന്നു പ്ലാനിൽ. അപ്പച്ചനോട് കയറി വന്നപ്പോഴാണ് നമ്മുടെ കുളത്തിന് ഇത്രത്തോളം ബലത്തിൽ ഉണ്ടാക്കണം എന്നുള്ളൊരു ആശയം വന്നത് കേട്ടോ. അങ്ങനെ അവസാനം നമ്മൾ കമ്പി കെട്ടി ഇനിയിപ്പോൾ അടുത്ത ലെയർ കോൺക്രീറ്റ് ചെയ്യാനുള്ള സെറ്റപ്പുകൾ റെഡിയാക്കുകയാണ്. അപ്പോൾ നമ്മളുടെ കുളം സ്ട്രോങ് ആക്കാനായിട്ടും ഹൈറ്റ് കൂട്ടാൻ വേണ്ടിയിട്ടും നമ്മളിത് കമ്പി വെച്ചിട്ട് ഒരു ഫ്രെയിം അടിച്ചിട്ട് അതിൻ്റെ മുകളിലേക്ക് ഇനി മെഷ് വരുവേ. പണിയെടുത്ത് വയ്യാണ്ടായി. ഇനി നമ്മൾ മെഷ് ഇടാൻ പോവാണേ. സംഭവം നമ്മൾ ചെയ്യുമ്പോൾ ലീക്കും കാര്യങ്ങളൊന്നും വരാതിരിക്കാൻ വേണ്ടിയിട്ടാട്ടോ ഇങ്ങനെ മെഷും കൂടി നമ്മൾ ഇട്ട് കൊടുക്കുന്നേ. നമ്മുടെ ചിക്കൻ മെഷ് എന്ന് പറയും ഇതിനെ. അങ്ങനെ നമ്മൾ നെടുകയും കുറുകയും നമ്മുടെ മെഷ് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇതിനധികം കനമൊന്നുമില്ല കേട്ടോ, സിമ്പിളായിട്ടുള്ളൊരു മെഷാണ്. പണ്ട് ഈ മെഷീന് ഇച്ചിരി കൂടി ബലം ഉണ്ടായിരുന്നു, വ്യാവസായിക അടിസ്ഥാനത്തിൽ അതുകൊണ്ടാണ് തോന്നുന്നു. ഇപ്പോൾ പാറ്റ കനേ ഉള്ളൂ. അപ്പോൾ നമ്മളത് തലങ്ങും വിലങ്ങും ഇതിട്ട് സെറ്റാക്കി കൊടുക്കുകയാണ് കേട്ടോ. അങ്ങനെ നമ്മുടെ മെഷൊക്കെ ഇട്ട് കഴിഞ്ഞു. ഇനി സെക്കൻഡ് ലെയർ കോൺക്രീറ്റ് ഇടാൻ പോവാണ്. അങ്ങനെ നമ്മുടെ സെക്കൻഡ് ലെയർ പണി തുടങ്ങുകയാണ്. അപ്പോൾ ഇനി നമ്മുടെ മെഷിൻ്റെ മുകളിലാണ് കോൺക്രീറ്റ് ഇടുന്നത്. ഏകദേശം ഒരു 2 ഇഞ്ച് കനത്തിലാണ് നമ്മൾ അടുത്ത കോൺക്രീറ്റ് ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ പഴയതുപോലെ തന്നെ നമ്മുടെ കൂട്ട് റെഡിയാക്കി നമ്മളത് കോൺക്രീറ്റിനുള്ള സെറ്റപ്പ് മിക്സ് കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അടിയിൽ നിന്ന് തന്നെയാണ് തുടങ്ങുന്നത്. അപ്പോൾ നമ്മുടെ ചിക്കൻ മെഷ് മൂടുന്ന രീതിയിൽ നല്ല കനത്തിൽ തന്നെ നമ്മൾ ഇട്ട് കൊടുക്കുകയാണ്. കാരണം നമ്മൾ മുമ്പ് പറഞ്ഞ പോലെ തന്നെ നമുക്ക് ലീക്കോ കാര്യങ്ങളോ വന്നു കഴിഞ്ഞാൽ പിന്നെ പണിയാണ്. അപ്പോൾ അതൊന്നും ഇല്ലാതെ തന്നെ നല്ല സ്ട്രോങ് ആവാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇത്ര കനത്തിൽ ചെയ്യുന്നത്. അപ്പോൾ ഇന്ന് നമ്മളിതിൻ്റെ മുഴുവൻ പണികൾ തീർക്കില്ല കേട്ടോ. അപ്പോൾ കോൺക്രീറ്റ് ചെയ്ത് നമുക്ക് അത് സെറ്റായി കിട്ടാനായിട്ട് ഏകദേശം ഒരാഴ്ച നമ്മൾ ടൈം കൊടുക്കും. അതിനുശേഷമായിരിക്കും നമ്മളിത് തേക്കലും പെയിൻ്റ് അടിയും അതുപോലെ തന്നെ നമ്മൾ പറഞ്ഞു തരുന്നൊരു ചെറിയ വെള്ളച്ചാട്ടമൊക്കെ നമുക്ക് ഇതിൽ സെറ്റ് ചെയ്യണമെന്ന് ആഗ്രഹമുണ്ട്. അപ്പോൾ അങ്ങനത്തെ കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് നമ്മളൊരാഴ്ച വെയിറ്റ് ചെയ്ത് കൊടുക്കണം. അപ്പോൾ ഇത് നമ്മുടെ സെക്കൻഡ് ലെയറിലേക്കുള്ള കോൺക്രീറ്റ് മൊത്തത്തിൽ നമ്മൾ കൂട്ടുന്നു ഇടുന്നു അങ്ങനെ ഇത് സെറ്റാക്കിക്കൊണ്ടിരിക്കുകയാണ് മൊത്തത്തിൽ. അപ്പോൾ ഏകദേശം നമ്മൾ 5 കൂട്ടാണ് ഇതുപോലെ കൂട്ടിയെടുത്തത് കേട്ടോ. അങ്ങനെ നമ്മുടെ കോൺക്രീറ്റിംഗ് ഒക്കെ കഴിഞ്ഞു കേട്ടോ. ഇപ്പോൾ നമ്മൾ അവസാനം ഒരു പൊടി മിക്സ് ഇട്ടിട്ട് നേരെ അതിൻ്റെ കണ്ണുകളൊക്കെ ഉണ്ടെങ്കിൽ കോൺക്രീറ്റ് ചെയ്ത കണ്ണുകളൊക്കെ ഉണ്ടെങ്കിൽ അടഞ്ഞു പോകാനായിട്ട്
നേരെ പൊടിയിട്ട് ഇത്തിരി വെള്ളം തളിച്ച് ചൂലിട്ടൊന്ന് അടിച്ച് ഷേപ്പാക്കി കൊടുക്കുകയാണേ. അങ്ങനത്തെ കാലങ്ങളായിട്ട് നമ്മൾ തൊടാതിരുന്ന നമ്മുടെ കിളിക്കൂട്ടിന് ശാപമോക്ഷം എന്നാണ് നമ്മളിത് ഈ കുളത്തിൻ്റെ ഏകദേശം ഒരു പകുതി പണി കോൺക്രീറ്റിങ് തീർത്തുണ്ട്. ഇതിൻ്റെ മുകളിൽ പൊക്കണം. ഇവിടെ നമുക്കൊരു വെള്ളച്ചാട്ടം വേണ്ടേ, ചെറുതായിട്ട് ചെറിയൊരു വെള്ളച്ചാട്ടമൊക്കെ സെറ്റ് ചെയ്യണം, പുല്ല് വെക്കണം, കല്ല് വെക്കണം, ഒരുപാട് പണികളുണ്ട്. അപ്പോൾ എന്തായാലും ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ കൊണ്ട് നമ്മൾ നിർത്തുകയാണ്. അപ്പോൾ ഇനി ഈ വർഷം തന്നെ അടുത്ത വീഡിയോ വരുമെന്ന പ്രതീക്ഷയിൽ ക്യാമറ പേഴ്സൺ പ്രവീൺ, അതേപോലെ ടീം M4 ടെക്കിനോടൊപ്പം ഇറ്റ്സ് വി ജിയോ ജോസഫ് സൈനിങ് ഔട്ട്.